ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം പിന്തുടരുന്നത് ഖുർആനും അതിലെ വചനങ്ങളുമാണെന്നും ഒരു രാഷ്ട്രമോ അതിലെ ഏതെങ്കിലും പ്രസ്ഥാനമോ ഇസ്ലാമിന് പ്രശ്നമല്ലെന്നും ഒരു മതപ്രഭാഷകൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കും. അപ്പൊ ഖുർആൻ എന്താണോ പറയുന്നത് അതും പ്രവാചക വചനങ്ങൾ എന്താണോ നിഷ്കർഷിക്കുന്നത് അതും മാത്രമാണ് ഏത് രാജ്യത്തായിരുന്നാലും ശരി അവർ മുറുകെ പിടിക്കുന്നത് എന്നല്ലേ അവരാ പറഞ്ഞത്. അതിന്റെ പിന്നിൽ വരുന്ന ഏത് പ്രസ്ഥാനമായിരുന്നാലും ശരി അത് ഇസ്ലാമിന് പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഇവർക്ക് മതനിയമങ്ങളാണ് പ്രധാനം. ആ ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടാണ് മതം പറയുന്നതെങ്കിൽ പോലും ഈ ജനാധിപത്യ രാജ്യത്ത് അവർക്ക് ആ ജനാധിപത്യ നിയമങ്ങൾ അംഗീകരിക്കാനും അനുധാവനം ചെയ്യാനും സാധിക്കില്ല. അവർക്ക് മതത്തെ പിൻപറ്റാനാണ് താല്പര്യമെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് തന്നെയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് പുരുഷനും സ്ത്രീയും ഇടകലർന്നിട്ടുള്ള വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പരാമർശങ്ങളെ ന്യായീകരിക്കുമ്പോഴാണ് മറ്റൊരു പുരോഹിതൻ ഇത് വ്യക്തമാക്കി മുന്നോട്ട് വരുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് ഇസ്ലാമിന്റെ നിലപാടാണെന്നും പുരോഹിതൻ പറയുന്നു. ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അന്യ സ്ത്രീയും പുരുഷനും ഇടകലർന്നിട്ടുള്ള ഏത് തരത്തിലുള്ള പരിപാടിയെയും ഇസ്ലാം എതിർക്കും എന്നീ മതപ്രഭാഷകൻ വ്യക്തമാക്കുന്നത്. ഹജ്ജിനെ എതിർക്കുമോ? ഉംറയെ എതിർക്കുമോ? നിങ്ങളുടെ ഉറൂസുകളെ എതിർക്കുമോ? ജാറത്തിലേക്കുള്ള സന്ദർശനങ്ങളെ എതിർക്കുമോ? അഹ്ലെ ഹദീസ് എന്ന് പറഞ്ഞ്, ഇഷ്കെ റസൂൽ എന്ന് പറഞ്ഞ്, പ്രവാചകനെ കാണാനാണ് എന്ന വ്യാജേന നടക്കുന്ന ആത്മീയ മജ്ലിസുകളിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഇടകലർത്തി ജാറങ്ങൾ സന്ദർശിക്കുന്നതിനെ നിങ്ങൾ എതിർക്കുമോ? നിങ്ങളുടെ വരുമാന മാർഗമല്ലേ, അതിനെ നിങ്ങൾ എങ്ങനെ എതിർക്കും? എതിർക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും അതുപോലെ വേണ്ടേ? ഇതിപ്പോൾ എതിർഭാഗത്ത് പോപ്പുലർ ഫ്രണ്ടോ ജമാഅത്തെ ഇസ്ലാമിയോ അതല്ലെങ്കിൽ SDPI ഒക്കെ ആകുമ്പോൾ മാത്രം കഴുത്തിന് ചുറ്റും നാവിട്ടടിച്ചാൽ എങ്ങനെയാ ഉസ്താദുമാരെ ശരിയാകുക? പൂർണ്ണമായി ഇസ്ലാമിക നിയമം പാലിച്ച് വാഹനം ഓടിക്കാനും കായിക അഭ്യാസം നടത്താനും കലയും സാഹിത്യവും നടത്താനും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എവിടെ പ്രവാചകൻ പഠിപ്പിച്ച കായിക അഭ്യാസത്തെ കുറിച്ചൊന്നും പറയല്ലേ ഉസ്താദെ? പുറത്തു പറയാൻ പറ്റുന്ന കായിക അഭ്യാസമല്ല പ്രവാചകൻ പഠിപ്പിച്ചത്. പ്രവാചകൻ ഏറ്റവും ഇഷ്ടമുള്ള 3 കളികളെ കുറിച്ച് ഒരു പുരോഹിതൻ വ്യാഖ്യാനിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. 1 അമ്പയർ നടത്തുന്ന കളിയാണ്. 2 കുതിര സവാരി, കുതിരയെ അച്ചടക്കം പഠിപ്പിക്കുന്ന രീതിയാണ്. 3 ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ കളിക്കുന്ന കളിയെ കുറിച്ചിട്ടാണ് പ്രവാചകന് ഏറ്റവും പ്രിയപ്പെട്ട കളിയായിട്ട് മുസ്ലിം പുരോഹിതന്മാര് പറഞ്ഞു നടക്കുന്നത്. അതൊക്കെ പുറത്തു പറയാൻ പറ്റുമോ ഉസ്താദെ? സിനിമയെ ജനങ്ങൾ അനുകരിക്കുന്നത് കൊണ്ട് ഇസ്ലാം അതിനെ എതിർക്കുമെന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനയുടെ നേതൃത്വത്തിൽ സിനിമകൾ റിലീസാകുന്നുണ്ട്. ഇന്നത്തെ സിനിമകൾ എടുത്തു നോക്ക്, എല്ലാത്തിന്റെയും തുടക്കത്തിൽ കാണുന്നത് മുഴുവനും മുസ്ലിം പ്രാതിനിധ്യമാണ്, മുസ്ലിം നാമധാരികളാണ്. വിഷനിലൂടെ കാണുന്നത് മനുഷ്യന്റെ മനസ്സിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് പറയുന്നു. അന്യപുരുഷനും സ്ത്രീയും തനിച്ചാകുന്നത് ഇസ്ലാമിൽ വിലക്കുന്നുണ്ട് എന്ന് പറയുന്നു. തെറ്റിലേക്ക് പോകാനുള്ള വഴിയെ കൂടി ഇസ്ലാം ഇല്ലാതാക്കുകയാണെന്നും ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യങ്ങളാണെന്നും അൻസാരി പറയുന്നു. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്ന് പുറത്തു പറയണം. പ്രവാചകൻ ഇതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നും കൂടി പറയണം. ഇതൊരു പൊതുസമൂഹത്തിൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്നുകൂടി ഒന്ന് പറയണം. അന്യ സ്ത്രീയും പുരുഷനും ഇടകലർന്നിട്ടുള്ള ഏത് രൂപത്തിലുള്ള പരിപാടിയെയും ഇസ്ലാം എതിർക്കും എന്ന് ഇദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മർക്കസുകാർ സ്കൂൾ നടത്തുന്നത് ഉസ്താദെ? മർക്കസുകാർ എങ്ങനെയാണ് നോളജ് സിറ്റിയിലേക്ക് സ്ത്രീകളെ ക്ഷണിക്കുന്നത് ഉസ്താദെ? പറയണം. ഒരു ഓഫീസിലോ സേനയിലോ തിയേറ്ററിലോ പുരുഷനും സ്ത്രീയും ഇടകലരുന്നത് എന്ത് പറയുന്നു നിങ്ങൾ അതിനെ കുറിച്ച്? ഇസ്ലാം മത നിയമപ്രകാരം തെറ്റാണ് എന്ന് പറയുമ്പോൾ സൈന്യത്തിലേക്ക് സ്ത്രീകൾ പോകാൻ പാടില്ല, മുസ്ലിം പുരുഷന്മാര് പോകാൻ പാടില്ല എന്നുള്ള നയത്തിൽ തന്നെയല്ലേ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്? എന്നാൽ സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഇറങ്ങരുത് എന്ന് പറയുന്നത് പിന്തിരിപ്പൻ നിലപാടല്ലേ? ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുമോ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ എന്ന് ചോദിച്ചതേ ഉള്ളൂ. വിമർശനത്തിന് മറുപടിയായിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അപ്പോൾ തന്നെ കൊടുവാളെടുത്ത് രംഗത്ത് വന്നു. ഞങ്ങളുടെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളോടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ MB ഗോവിന്ദൻ പറഞ്ഞത് കമ്മികളോടാ. എന്തേ? മറ്റുള്ളവർ അതിനകത്ത് ഇടപെടണ്ട എന്ന് പറയുമ്പോൾ ഒരു പൊതുസമൂഹത്തോട് ഒരു കാര്യം പറയുമ്പോൾ പൊതുവായ ധാരയിലാണ് പറയുന്നത്. അത് സദാചാര ലംഘനമാണെങ്കിൽ അത് ഇസ്ലാം മത അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറയുന്നതിനോട് ലോജിക്കില്ല. ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക്
ജനാധിപത്യത്തിനെതിരായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ഇടപെടാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഏരിയ സെക്രട്ടറിമാരിൽ ഒരു സ്ത്രീ പോലും ഇല്ല എന്ന് കാന്തപുരം ചൂണ്ടിക്കാണിച്ചു. ശരി, അത് അവരുടെ സ്ത്രീ വിരുദ്ധത. അതും ഇസ്ലാമും തമ്മിൽ എങ്ങനെയാണ് ഉസ്താദെ കൂട്ടിക്കുഴയ്ക്കുക? കമ്മിയുടെ ആലയത്തിൽ കൊണ്ടുപോയി എങ്ങനെയാണ് ഉസ്താദെ ഖുർആനിനെയും ഹദീസിനെയും കൂട്ടിക്കെട്ടുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ഏരിയ സെക്രട്ടറി ആയിട്ട് സ്ത്രീകളെ പരിഗണിക്കാത്തത് എന്ന് കാന്തപുരം ചോദിക്കുമ്പോൾ മഹലിൽ എന്തുകൊണ്ടാണ് ഉസ്താദെ സ്ത്രീകളില്ലാത്തത്? മഹല്ല് കമ്മിറ്റികളിൽ സ്ത്രീകളില്ലല്ലോ, എന്തുകൊണ്ടാണ് ഉസ്താദെ പള്ളി കമ്മിറ്റിയിലും മഹല്ല് കമ്മിറ്റികളിലൊന്നും സ്ത്രീകളില്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങളും അതൊന്ന് ചെയ്ത് കാണിക്കുന്നിട്ടല്ലേ നിങ്ങൾ അവരെ എതിർക്കുക? നിങ്ങളുടെ കണ്ണിൽ കിടക്കുന്നത് കോല, എന്നിട്ട് കമ്മികളുടെ കണ്ണിൽ കിടക്കുന്ന കരടിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് എന്താ ഉസ്താദെ ലോജിക്ക്? സമസ്തയുടെ മുഷാവറയാണ് അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലരരുത് എന്ന് പറഞ്ഞത് എന്ന് കാന്തപുരം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അതിനെ ഏതോ ഒരു വ്യായാമത്തിന്റെ പേരിലാക്കി മാത്രം പ്രസ്താവനയാക്കി പ്രചരിപ്പിക്കുന്നെന്നും അതിന്റെ കുറെ ജഡ്ജിമാരും വക്കീലന്മാരും ഡോക്ടർമാരും അഭിപ്രായം പറയുന്നെന്നും ഞങ്ങൾ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ കുതിര കയറാൻ വരുന്നത് എന്നും കാന്തപുരം ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വീട്ടിനകത്തിരുന്നിട്ടല്ല, നിങ്ങളുടെ കുടുംബാംഗങ്ങളോടല്ല നിങ്ങൾ പറയുന്നത്, ഒരു പൊതുസമൂഹത്തോട് വന്നിട്ടാണ് പറയുന്നത്. ഒരു പൊതുസമൂഹത്തിൽ വന്ന് ജനാധിപത്യ മര്യാദകൾക്ക് വിരുദ്ധമായി സംസാരിക്കുമ്പോൾ എതിർത്ത് നിൽക്കും. അന്യപുരുഷന്മാരും സ്ത്രീകളും ഒത്തുകൂടാൻ പാടില്ല എന്നിവർ പറയുന്നത് ഇസ്ലാമിന്റെ നിയമമാണെന്ന്. ആ ഇസ്ലാമിന്റെ നിയമങ്ങളല്ലല്ലോ ഉസ്താദ് ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ ജനാധിപത്യ നിയമങ്ങളാണ്. ബസ്സിലെ ഇരിപ്പിടങ്ങള് തുടങ്ങി എല്ലായിടത്തും ലോകമൊട്ടാകെ സ്ത്രീ പുരുഷന്മാർ എന്ന് എഴുതി വച്ചിരിക്കുന്നത് സ്ത്രീകളെ അടിച്ചമർത്താനല്ല, സ്ത്രീകളെ സ്വർണം സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ സ്വർണം ഉമ്മറത്തുകൂടി കൊണ്ടുവരുന്ന സ്ത്രീകളെ കുറിച്ച് എന്ത് പറയുന്നു? ഇസ്ലാമിന് മുമ്പ് സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ലത്രേ. ആര് പറഞ്ഞു ഉസ്താദേ ഇതൊക്കെ? ഇസ്ലാം സ്ഥാപിതമാകുന്ന മുഹമ്മദിന് വഹി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദിന്റെ പ്രിയപത്നിയായ ഖദീജ പിതാവിന്റെ സ്വത്ത് മുഴുവനും അനുഭവിച്ചു വന്നിരുന്ന ചരിത്രമാണ് ചരിത്രരേഖകളിലുള്ളത്. അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം വരാൻ. ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുത്തെന്ന്. എന്ത് സ്വത്തവകാശം? സ്ത്രീകളുടെ പകുതിയോ? സ്ത്രീകൾക്ക് പകുതിയോ പുരുഷനേക്കാൾ? അപ്പോ സ്ത്രീകളുടെ പാതിവ്രത്യവും സംരക്ഷണവും നിലനിർത്തുന്നതിന് വേണ്ടിയാണ് പർദ സമ്പ്രദായം. എന്നാണ് ഉസ്താദെ പർദ ഇറങ്ങിയത്? ഇവിടെ ഒരാളും അതിനെ എതിർത്തിട്ട് കാര്യമില്ല. പറയാനുള്ളത് പറയുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങൾ എതിർക്കാനുള്ളത് എതിർക്കും. പൊതുസമൂഹത്തെ ബോധവൽക്കരണം ചെയ്യേണ്ടുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നിങ്ങളുടെ പിന്തിരിപ്പന്മാരുടെ നയങ്ങളുണ്ടല്ലോ, അത് പൊളിച്ചടുക്കും. പൊതുസമൂഹത്തോട് ഞങ്ങളത് തുറന്ന് പറയുകയും ചെയ്യും. അത് സ്വീകരിക്കാൻ നിങ്ങളും ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ ദിവസം X7 വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെയായിരുന്നു AP അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നിട്ടുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ എതിർക്കുമെന്ന്, യാഥാസ്ഥികരെന്ന് വിമർശിച്ചാലും കുഴപ്പമില്ലെന്ന്. നിങ്ങൾ യാഥാസ്ഥിതികരെന്ന് നിങ്ങളെ ഇനി വിമർശിക്കാൻ എന്തിരിക്കുന്നു? നിങ്ങൾ ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വെളിച്ചം കിട്ടാത്ത ടീം തന്നെയാണ്. ലോകം നിങ്ങൾക്ക് തിരിയുന്നില്ല. പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കൊട്ടും മനസ്സിലാക്കുന്നതുമില്ല. പക്ഷേ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാനെങ്കിലും നിങ്ങളുടെ ഇത്തരം പിന്തിരിപ്പൻ നയങ്ങൾ കൊണ്ട് സാധ്യമാകുന്നെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്താണ് പറയുന്നത് എന്ന്. അപ്പൊ ഇതുപോലെയുള്ള പിന്തിരിപ്പൻ നയങ്ങളുമായി നിങ്ങൾ വീണ്ടും വരണം. വന്നാൽ മാത്രമേ എന്താണ് കാര്യം, പൊതുസമൂഹത്തിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇവരിപ്പോഴും എവിടെയാണ് നിൽക്കുന്നത് എന്ന് ജനങ്ങൾക്കൊന്നും മനസ്സിലാകണ്ടേ ഉസ്താദെ? അതിനുവേണ്ടിയാണ് നിങ്ങൾ വീണ്ടും വരണം. നന്ദി.